ദൈവമേ കാത്തുകൊൾകങ്ങ് കൈവിടാതിങ്ങു ഞങ്ങളെ നാവികൻ നീ ഭവാബ്ദിക്കോരാവിവൻ തോണി നിൻ പദം. ചിത്സ്വരൂപികളെ, ഗുരുദേവന്റെ ദർശനങ്ങളിലൂടെ എന്ന പരമ്പരയിൽ ഇന്നത്തെ നമ്മുടെ മനന വിഷയം അനാവശ്യ ചെലവുകൾ ഉപേക്ഷിക്കണം. രുദ്രാക്ഷം കുറെ ഉരച്ച് പച്ചവെള്ളത്തിൽ കുടിക്കുന്നത് നന്നായിരിക്കും, ഗുണമുണ്ടാകാതിരിക്കില്ല. ഒരു ഔഷധമാണത്. ഇപ്പോൾ രുദ്രാക്ഷം വെള്ളിയും പൊന്നുമായി മാറിയിരിക്കുകയാണ്. അനാവശ്യ ചെലവുകൾ ചെയ്യുന്നതിനുള്ള വാസന ഉപേക്ഷിക്കണം. പ്രിയരെ, 1928 ജനുവരി 16 ഗുരുദേവൻ കോട്ടയം നാഗമ്പടം ക്ഷേത്രാങ്കണത്തിൽ വിശ്രമിക്കുന്നു. ഗുരുവിന്റെ വരവറിഞ്ഞ് ധാരാളം പേർ കൂടിയിട്ടുണ്ട്. ഇതിനിടയിൽ ഗുരുഭക്തന്മാരായ വല്ലഭശ്ശേരി ഗോവിന്ദൻ വൈദ്യരും ടി.കെ. കിട്ടൻ റൈറ്ററും വന്ന് ഗുരുവിനെ നമസ്കരിച്ചു. ശിവഗിരി തീർത്ഥാടനം കൽപ്പിച്ചനുവദിക്കണം എന്നപേക്ഷിച്ചു. അനുമതി നൽകിയ ഗുരുദേവൻ തീർത്ഥാടകരുടെ വസ്ത്രം, വ്രതം തുടങ്ങിയവയെക്കുറിച്ച് വിശദമാക്കിയപ്പോൾ കോടിമത കൊല്ലൻപറമ്പിൽ കൊച്ചുപാപ്പി എന്നൊരാൾ തീർത്ഥാടകർ രുദ്രാക്ഷം ധരിക്കണമോ എന്ന് ചോദിച്ചു. ഇതിനുത്തരമായിട്ടാണ് ഗുരു ഇത്രയും പറഞ്ഞത്. 4 ദിവസമായി ആഹാരം കിട്ടാതെ കുഴഞ്ഞുകിടക്കുന്ന ഒരു സാധുവിന്റെ കഴുത്തിൽ ഒരാൾ ഒരു പളുങ്കുമാല വാങ്ങി അണിയിച്ചു കൊടുത്തിട്ട് പറയുന്നു, നിനക്കിത് നന്നായി ചേരുന്നുണ്ട്. ഈ പറച്ചിൽ കൊണ്ടും പളുങ്കുമാല കൊണ്ടും ആ സാധുവിന് എന്ത് പ്രയോജനമാണുള്ളത്? എത്ര പളുങ്കുമാല അണിയിച്ചാലും അയാളുടെ വിശപ്പ് മാറുമോ? അപ്പോൾ ഓരോ കാലത്തും ആവശ്യമായവ എന്തെന്നറിഞ്ഞ് പ്രവർത്തിക്കണം. അല്ലെങ്കിൽ ഉണ്ടാകുന്ന നഷ്ടം പിന്നീട് മറ്റൊന്നുകൊണ്ടും നികത്തുവാൻ കഴിഞ്ഞെന്ന് വരികയില്ല. അതുകൊണ്ട് ആവശ്യം വേണ്ടതല്ലാതെ ഒരു കാര്യങ്ങൾക്ക് വേണ്ടിയും പണം ചെലവാക്കരുത്. ഒരാൾ സ്വർണത്തിലോ വെള്ളിയിലോ പൊതിഞ്ഞതോ അല്ലാത്തതോ ആയ രുദ്രാക്ഷമാല അണിഞ്ഞതുകൊണ്ട് ഒരു തീർത്ഥാടകനായി തീരുമോ? ഇല്ല, വെറും പാഴ്ചെലവായത് മാറുന്നു. എന്നാൽ അതൊരു ഔഷധമായാൽ അല്പം ഉള്ളിൽ ചെല്ലുന്നതുകൊണ്ട് പിന്നെയും പ്രയോജനമുണ്ട്. ശുദ്ധികളും സത്പ്രവൃത്തികളുമാണ് ഒരാളിനെ യഥാർത്ഥ തീർത്ഥാടകനാക്കി തീർക്കുന്നത്. അതറിയാതെ എന്ത് ധരിച്ചാലും ആ ധാരണം കൊണ്ട് ഗുണമില്ലെന്നറിയണം. സ്നേഹപൂർവ്വം രഞ്ജൻ, കയനാട്.